ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ കാലം സ്റ്റഡി വ്ളോഗ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ചെറിയൊരു ഗ്യാപ്പിലാണ്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യും പ്രിപ്പറേഷൻ അടുത്ത ഇയറിന് വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ പറയുന്നത് വൈ എഗെയിൻ സൈലം. പിന്നെ ഞാൻ എന്തുകൊണ്ട് സൈലം ചൂസ് ചെയ്തു എന്നുള്ളത് എല്ലാം ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ഷെയർ ചെയ്യേണ്ടതിൽ. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ സിൻസിയർ ആയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ പറയാം. ഞാനിപ്പോൾ Q&A പോസ്റ്റ് ഇട്ടേലോ അതിൽ മിക്ക കമൻസും അത് തന്നെയായിരുന്നു, സൈല ഏതാ ബെറ്റർ. എനിക്ക് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പയർ ചെയ്യാമെന്നറിയില്ല. ഞാൻ പഠിച്ചത് വെച്ചിട്ട് ഞാനിപ്പോൾ സൈലത്തിലും പിന്നെ ബ്രില്യനിൽ BTSൽ എക്സാം സീരീസിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. മീൻസ് ക്ലാസ്സസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ ബ്രില്യനിലെ, കാരണം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊരാളെയും പുകഴ്ത്താനും താഴ്ത്താനും ഞാൻ ആരുമല്ല. കാരണം ആ എടുക്കുന്ന സാർമാരൊന്നും അത്ര നോളജ് എനിക്കില്ല. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ എല്ലാ പോയിൻറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ലാസ്റ്റ് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ രണ്ടെണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്ലാസ്സസിനെ പറ്റിയിട്ടാണ്. ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ തന്നെ ഞാൻ വ്യക്തമാക്കി പറയുന്നത്, അതായത് ബേസിക്സും പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ സൈലത്തിൽ ധീര ബാച്ചിലായിരുന്നു കേട്ടോ. ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യണത്. ഞാൻ സത്യം പറഞ്ഞാലേ ബേസ് പോലും അറിയാണ്ട് ഞാൻ +1 +2 കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം വല്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അൽഹംദുലില്ലാ അത്യാവശ്യം പെർസെൻറ്റേജ് മാർക്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് PYQ നോക്കിയാൽ ഏകദേശം സ്റ്റേറ്റ് ബോർഡ് എക്സാമിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഡീപ്പായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ സാർമാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത്യാവശ്യം ഇങ്ങനെ ഫസ്റ്റ് തന്നെ ബേസിക്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. നമുക്ക് സത്യം പറഞ്ഞാൽ നീറ്റിൻ്റെ ഒരു ഇതിൽ കുറേ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ, പിന്നെ ട്രിഗ്നോമെട്രിയുടെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മൾ സർക്കിൾ, അങ്ങനത്തെ കുറച്ച് ഷേപ്സിൻ്റെയൊക്കെ പെരിമീറ്റർ, ഏരിയ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ട കാര്യങ്ങൾ അത്യാവശ്യം അടിപൊളിയായിട്ട് എടുത്തു തരും. അപ്പോൾ നമ്മൾ ഇത്ര വലിയ കുട്ടികളാണ്, ഈ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട വിചാരിച്ച് അവർ മൂവ് ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും ബേസിക് മുതൽ നമുക്ക് മാത്സിന് എടുത്തു തരുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ 7th 8th അല്ലെങ്കിൽ 6th പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് +2 കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ അതൊന്നും വലിയ ബോധം ഉണ്ടാവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഒക്കെ അല്ലേ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രിക്സും ഒക്കെ നമുക്ക് പറഞ്ഞുതരും. അത് നമുക്ക് ആദ്യം പറയുമ്പോൾ കുറച്ച് ടഫായി തോന്നുമെങ്കിലും പ്രാക്ടീസിലൂടെ നമുക്ക് അതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുക. കാരണം നമുക്ക് ഫിസിക്സിനൊക്കെ 1 മിനിറ്റാണ് കിട്ടുക. അതിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യും വേണം. അപ്പം നമുക്ക് ആ ഒരു മാത്സിൻ്റെ ബേസിക് സ്റ്റെപ്സ് സിമ്പിളായി കിട്ടി നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. എനിക്ക് അത്യാവശ്യം അത്ര യൂസ്ഫുള്ളായി വന്നിട്ടുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാത്തത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ സാർമാർ എല്ലാം അവരെ 100% തന്നിട്ടുണ്ട്. കുറച്ച് പേരുണ്ടാവും മാത്സ് +1 +2 കിട്ടാതെ നീറ്റിന് വന്നവർ. അപ്പോൾ അവർക്കൊക്കെ അത്ര യൂസ്ഫുള്ളാവും. അല്ലാത്തവർക്ക് തന്നെ യൂസ്ഫുള്ളുണ്ട്. അപ്പോൾ അവരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് അതിലേറെ യൂസ്ഫുള്ളാവും. പിന്നെ ഡിഫറൻസിയേഷൻ ആയാലും ഇൻറ്റഗ്രേഷൻ ആയാലും നമുക്ക് കുറേ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബേസിക്കായ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. നമുക്ക് ഈ ബേസിക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. പക്ഷെ എന്നാലും ഓരോ സമയത്ത് അത് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ സൈഡിൽ ഇങ്ങനെ പറഞ്ഞുതരും. ഇപ്പോൾ എവിടെയെങ്കിലും ട്രിഗ്നോമെട്രിയുടെ ഐഡൻറ്റിറ്റീസ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ നമുക്ക് പിന്നെയും പറഞ്ഞു തരലുണ്ട്. മാത്സിലെ ബേസിക്സിന് പുറമെ നമുക്ക് ഇപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും അതിലൊക്കെ മൊത്തത്തിൽ എല്ലാ ചാപ്റ്ററും നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് ഒരു മൊത്തത്തിലുള്ള ഓറിയൻറ്റേഷൻ ആദ്യം തന്നെ നമുക്ക് കിട്ടും. അതും നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ നമുക്ക് വിലയിരുത്താനൊക്കെ യൂസ്ഫുള്ളായി വരും. പിന്നെ അതിലും മൊത്തം കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ അല്ല, അതൊക്കെ ഒന്ന് ആദ്യം പറഞ്ഞു തരും. അപ്പോൾ ചെറിയൊരു ഐഡിയയൊക്കെ നമുക്ക് കിട്ടും, തീരെ ബേസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒക്കെ ഡീപ്പായിട്ടെല്ലാം വൃത്തിക്ക് എടുത്തു തരും ചെയ്യും കേട്ടോ. പിന്നെ സബ്ജക്റ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിയൊക്കെ അടിപൊളി ക്ലാസ്സാണ്. നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞുതരും. പിന്നെ മെയിനായിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും ഓരോ ക്ലാസ്സിലും. ഓരോ ടോപ്പിക് എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് അടുത്തതിൽ പോകാറ്. അതെനിക്ക് അത്രയും ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലേ ബയോളജിയൊക്കെ അടിപൊളിയിലും നല്ല വൃത്തിക്ക് മനസ്സിലാവും. അത് എല്ലാ ടീച്ചേഴ്സും അതെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ആരും എടുത്ത് പറയില്ല, എന്നാലും ശ്രുതി മാമിൻ്റെ ക്ലാസ് ഒരു ലാസ്റ്റ് സമയത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ് റിലീഫായിരിക്കും. കാരണം മാം നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എടുത്ത് പോവുക. അങ്ങനെ ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് എല്ലാവരുടെ ക്ലാസ്സും ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലാ ക്ലാസ്സും ഒരൊറ്റ ക്ലാസ് പോലും സ്കിപ്പ് ചെയ്തിട്ട് എല്ലാം കണ്ടിട്ടുണ്ട്. ലൈവിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈവിൻ്റെ റെക്കോർഡ് സെക്ഷൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്.
കാരണം അതുകൊണ്ട് നമുക്ക് അത്രയും യൂസ്ഫുള്ളായി വന്നിട്ട് നമുക്ക് അറിയാൻ വിചാരിച്ചിരിക്കില്ല. പക്ഷെ ആ ഒരു ഭാഗം കൂടി ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, അത്ര പെട്ടെന്ന് മറക്കില്ല. പിന്നെ ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് സെറ്റാണ് സത്യമായിട്ടും. ഫ്രം ബേസിക്സ് മുതൽ ജെയിലെ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഡിസ്കസ് ചെയ്ത് തരും. പിന്നെ മെയിനായിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയുന്നതായിട്ടുണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ ക്ലാസ് എടുക്കുന്നു. പക്ഷേ സത്യമായിട്ടും അങ്ങനെയല്ല, എല്ലാം പറയുന്നുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് NCERT വായിക്കുമ്പോൾ നമ്മൾ മിക്ക പോയിൻറ്റ്സ് നമ്മൾ കണ്ടതായിരിക്കും, കാണാത്തധികം പോയിൻറ്റ്സ് ഉണ്ടാവില്ല. അതും ചില ചാപ്റ്റേഴ്സിൽ NCERTയുടെ പേജസിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേജും കൂടി നമുക്ക് സ്ലൈഡ്സിൽ ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ് എടുക്കലുണ്ട്. പിന്നെ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യലുണ്ട് ഒരു ക്ലാസ്സിൽ, അത്രയും ക്വസ്റ്റ്യൻസും പറഞ്ഞാൽ എന്നിട്ട് പിന്നെ നമ്മളൊരു മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പകുതി മുക്കാലും. ഞാനൊരു ടൈപ്പ് കണ്ട ക്വസ്റ്റ്യൻ പിന്നെ കാണുമ്പോൾ അത്യാവശ്യം കിട്ടലുണ്ട്. അത് ഞാൻ ഈ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് അത്രയും പ്രാക്ടീസ് ചെയ്യലുണ്ട്. പിന്നെ ഫിസിക്സ് സെറ്റാട്ടോ. പിന്നെ കെമിസ്ട്രി കേസ് പറയുകയാണെങ്കിൽ ഓർഗാനിക് ഒരു രക്ഷയില്ല. കാരണം അത്രയും അടിപൊളിയായിട്ട് സ്ട്രക്ചേർഡായിട്ട് എടുത്തു തരും. ഞാൻ ഫസ്റ്റ് ഇയറിൽ, അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ അനന്ത് സാറിൻ്റെ ക്ലാസ് കണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി ഓർഗാനിക്. അതുവരെ ഞാൻ +1 +2 ഞാൻ വെറുത്തൊരു സംഭവമായിരുന്നു ഓർഗാനിക്. പിന്നെ ഞാൻ കഴിഞ്ഞ ഇയറാണ് ആ വർഷം ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ഇയർ ദീദയിൽ ST സാറെ ലൈവ് കണ്ടപ്പോൾ ഒരു രക്ഷയില്ല. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഓർഗാനിക് അത്ര ഇഷ്ടപ്പെട്ടു വരും. അത്രയും അടിപൊളിയായിട്ട് സാർ എടുത്തു തരിക. നമുക്ക് ആ ബേസിക് സംഭവങ്ങൾ ഓർഗാനിക്കിൻ്റെ കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് ഓർഗാനിക് സ്മൂത്തായി പോയിക്കോളും. ഓർഗാനിക്കാണ് പഠിച്ചാൽ അത്യാവശ്യം മാർക്ക് നമ്മളെ കയ്യിലായി, ഒരു കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ. അപ്പോൾ കെമിസ്ട്രി സെറ്റാണ്, ഫിസിക്സ് സെറ്റാണ്, ബയോളജി സെറ്റാണ്. ക്ലാസ് എല്ലാം അടിപൊളിയാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് സാർമാരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് റെക്കോർഡഡ് സെക്ഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഫിസിക്സിൻ്റെ കേസിൽ ചില ടഫ് ചാപ്റ്റേഴ്സ് ഉണ്ടായില്ല, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, റേ ഒപ്റ്റിക്സ്, അതൊക്കെ നമ്മളെ അനന്ത് സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും. എനിക്കൊക്കെ പ്രത്യേകിച്ച് അനന്ത് സാറിൻ്റെ ക്ലാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻസാണ്. കാരണം അനന്ത് സാർ സ്ട്രക്ചേർഡായിട്ട് എടുത്തുതരും. അനന്ത് സാർ എടുത്ത ചാപ്റ്റർ നമുക്ക് ഇന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. പിന്നെ കെമിസ്ട്രി കേസായാലും ഇലക്ട്രോ കെമിസ്ട്രി, കോർഡിനേഷൻ, കോമ്പൗണ്ട്സ് ഒക്കെ ഒരു പ്രത്യേക ടീച്ചിങ് ആണ്. അനന്ത് സാറിൻ്റെ വേ ഓഫ് ടീച്ചിങ് പറഞ്ഞാൽ അത്രയും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലായി കിട്ടും. അത് വിചാരിച്ച് ഞാൻ ബാക്കിയുള്ള ക്ലാസ് അടിപൊളിയല്ല എന്നല്ല പറയുന്നത്. എന്നാലും നമുക്ക് ടഫായ പക്ഷേ വെയിറ്റേജ് കൂടിയ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവല്ലോ, അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് റെക്കോർഡ് സെക്ഷനിലുണ്ടാവും. ബേസിക് മുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ധീരയുടെ ലൈവിൽ തന്നെ അത്യാവശ്യം എല്ലാ കണ്ടന്റും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എക്സ്ട്രാ ഒന്നും കൂടി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേൾ സെക്ഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് FM സാറെ ടീച്ചിങ്ങൊക്കെ അത്രയും അടിപൊളി അറിയാം. ഒപ്റ്റിക്സ് അങ്ങനെ ടഫ് ചാപ്റ്റേഴ്സിനൊക്കെ അത്രയും നമുക്ക് സെറ്റാവുന്ന സാർമാരുണ്ടാവുമല്ലോ അവരായിരിക്കും. പിന്നെ ചില സാർമാരുടെ ക്ലാസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അവരെടുക്കുന്ന അടിപൊളിയായിരിക്കും. പക്ഷേ ആദ്യത്തെ വട്ടം ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അതേ ചാപ്റ്റർ പേൾ സെക്ഷനിൽ വേറൊരു സാർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് സൈലം. സത്യം പറഞ്ഞാൽ ഞാൻ അതായത് കോൺസെപ്റ്റ് ഒന്നും അറിയാണ്ട് ഞാൻ വന്നായിരുന്നു. എന്നിട്ടും കൂടി എനിക്ക് ഇപ്പോൾ അത്യാവശ്യം കോൺസെപ്റ്റ് അറിയാം, അൽഹംദുലില്ലാ. പക്ഷെ അത് സൈലാണ്. കാരണം അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവരുടെ സ്ലൈഡ്സ് ഉള്ളത്. ആ സ്ലൈഡ്സ് നമുക്ക് പിന്നെ നോക്കി നമുക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് മനസ്സിലാവും. പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം നോട്ട്സും കൂടി ഉണ്ടാക്കി അത്രയും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പോകും. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ സൈലം ബെസ്റ്റാണ്. ഞാൻ തന്നെ +1 +2 കഴിഞ്ഞിട്ട് വല്ലാണ്ട് ബേസൊക്കെ അറിയും, പക്ഷെ വല്ലാണ്ട് കോൺസെപ്റ്റ് ഡീപ്പായിട്ട് അറിയണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എൻട്രൻസിൻ്റെ ഇതിൽ കോൺസെപ്റ്റ് അറിഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇതിൽ അത്രയും അടിപൊളിയായിട്ട് എടുത്തു തന്നാൽ എല്ലാ കോൺസെപ്റ്റും നമുക്ക് ക്ലിയർ ആക്കി തരും. പിന്നെ ബാക്കി സെൻറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിളാണ് നമുക്ക് സൈലം. എന്നാൽ സത്യം പറഞ്ഞാൽ ഒരു റിപ്പീറ്റൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അത്രയും അഫോർഡബിൾ ആയതുകൊണ്ട് ഇവിടെ അഡ്മിഷൻ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, സൈലം പറയുന്ന പ്ലാറ്റ്ഫോമേ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എവിടെയെങ്കിലും ചേർന്നു എന്ന് ആക്കാമല്ലോ വിചാരിച്ചിട്ട് ആ ഒരു പൈസയൊക്കെ അന്ന് കിട്ടിയിരുന്നത് സൈലം മാത്രമായിരുന്നു. എന്നിട്ട് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ അധികം ക്ലാസ്സൊന്നും കണ്ടിരുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടമില്ലാണ്ട് ജോയിൻ ചെയ്തതാണ്. ഞാൻ പൈസ കുറവാണല്ലോ എന്ന് നോക്കി മാത്രം ജോയിൻ ചെയ്തതാണ്. എന്നിട്ട് പിന്നെ ദിവസവും വിളിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഡെയിലി വിളിക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ് എങ്ങനെയുണ്ട്, അടിപൊളിയില്ല. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് ചേർന്നതല്ല, അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ അതിങ്ങനെ പറയും. പിന്നെ എനിക്ക് റിഗ്രറ്റ് തോന്നൽ തുടങ്ങി. കാരണം ഞാൻ ഇങ്ങനെ വെറുതെ ക്ലാസ് കാണാണ്ട് ആ പൈസ പോവുകയും ചെയ്തിട്ട് ഇങ്ങനെ പറയല്ലേ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഞാൻ സൊല്യൂഷൻസ് NS മാമിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട് ഇയറിന് മുന്നത്തെ കൊല്ലം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായി. അതിൻ്റെ മുന്നത്തെ ഇയർ എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് ബബിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അതുവരെ ഞാൻ അന്നിങ്ങനെ ചെയ്ത് ടിക്ക് ചെയ്ത് പോയപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഞാനൊരു ക്ലാസ് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. ഒരൊറ്റ ക്ലാസ് പോലും ഞാൻ സൈലത്തിൽ കാണാണ്ടിരുന്നിട്ടില്ല. എല്ലാ ലൈവ് ക്ലാസ്സും ലൈവ് കണ്ടില്ല എന്നുണ്ടെങ്കിലും റെക്കോർഡ് കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ
എനിക്ക് കോൺസെപ്റ്റ് വീക്ക് ആയതാണെന്നുണ്ടെങ്കിൽ ഞാൻ പേൾ സെക്ഷനിൽ വീഡിയോസ് പോയിട്ടും കണ്ടിട്ടുണ്ട്. സൈലം അഫോർഡബിളാണ്, ബെസ്റ്റ് ക്ലാസ്സുമാണ്. ഞാൻ സിൻസിയറായിട്ട് എല്ലാ പോയിൻറ്റ്സും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വല്ലാണ്ട് ലാഗ് അടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും അടുത്ത പാർട്ടായിട്ട് വീഡിയോ ഇടാം. സത്യത്തിൽ എല്ലാം പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ കുറേ ഇങ്ങനെ നീണ്ടു പോവുക, അതുകൊണ്ടാണ് 2 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സത്യമായിട്ട് ഞാൻ മെറിറ്റ്സും പറയും ഡീമെറിറ്റ്സും പറയും. ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേന്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ എന്തായാലും സിൻസിയറായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് ക്ലാസ് അത്രയും അടിപൊളിയായി തോന്നിയിട്ടുണ്ട്. പിന്നെ പൈസ കൊടുക്കുന്നതിന് വേർത്തായിട്ടുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.